ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണിംഗ് മാജിക്. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്. എവേ ഫ്രം ഡിസീസസ് നോക്കിയാലോ. എവേ എന്ന് വെച്ചെന്താണ്? ദൂരെ. ഫ്രം ഡിസീസസ്, അതായത് രോഗങ്ങളിൽ നിന്നും ദൂരേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇറ്റ് ഈസ് ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. ഒരു പിക്ചർ കണ്ടു. ഒരു ഡോക്ടർ ഒരു കുട്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അവരെന്താ പറയുന്നത് നോക്കൂ. ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. ഇത് വൈറൽ പനിയാണ്. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടായിരുന്നോ, പനി പിടിച്ചായിരുന്നോ എന്നൊക്കെ ഡോക്ടർ നോർമൽ രീതിയിൽ കുട്ടിയുടെ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നു, യെസ്, ശരിയാണ്. ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെർ അഫക്റ്റഡ്. അതായത് ഇവൻ്റെ ചേച്ചിക്കും അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണേ. ഇനി അതിന് തൊട്ട് താഴെ എന്താണ് കാണിക്കുന്നത്? ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? നിങ്ങൾ ഈ കോൺവെർസേഷൻ വായിച്ചോ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? എന്താണ് പനിക്കുള്ള കാരണം? എന്താണ്? വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ് ടു അതേഴ്സ്? അതായത് ഇങ്ങനെയുള്ള പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെയൊക്കെ പേര് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ആർ ദി ഓൾ കമ്മ്യൂണിക്കബിൾ? അതായത് അതെല്ലാം പകരുന്ന രോഗങ്ങളാണോ എന്നാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസ്. അതായത് നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി അല്ലേ? അത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുന്ന രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങളെ, ഡെങ്കു ഫീവർ അത് സാംക്രമിക രോഗമാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ്. ജോണ്ടിസ് എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞപ്പിത്തം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ്. പിന്നെ എന്താണ്? വൈറൽ ഫീവർ തന്നെ. വൈറൽ ഫീവറും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിരിക്കുന്നു. അതായത് പകരാത്ത രോഗങ്ങൾ, നമുക്കൊരിക്കലും ഒരാളിൽ നിന്നും പകരുകയില്ലാത്ത രോഗങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻസർ ഒരിക്കലും ഒരു പകർച്ചവ്യാധി അല്ല, ഒരു സാംക്രമിക രോഗമല്ല. സെക്കൻഡ് വൺ എന്താണ്? ഡയബറ്റിസ്, അതായത് പ്രമേഹം ഒരു പകരുന്ന രോഗമല്ല, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ യാതൊരു സാധ്യതയുമില്ല ഡയബറ്റിസ്. അതുപോലെ എന്താണ്? ഹൈപ്പർ ടെൻഷന്, ഹൈ BP, അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല. അപ്പോൾ പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നെക്സ്റ്റ് പേജിൽ ഒരു ഗ്രീൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സാംക്രമിക രോഗങ്ങളാണെന്ന് പറഞ്ഞായിരുന്നു മലയാളത്തിലെ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു നിർവചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ്, എന്താണ് പിന്നെ ഒരു പ്രത്യേകത? വിച്ച് സ്പ്രെഡ്, അത് പകരുന്നു. എവിടെ നിന്ന്? ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നു. അതിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് സാംക്രമിക രോഗങ്ങളെന്ന് പറയുന്നത്. അത് പഠിച്ചിരിക്കേണ്ടതാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഉത്തരവാണിത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് which spread from one person to others. Next ബോക്സിൽ കണ്ടോ? പാൻഡമിക്സ്. When communicable disease spread to other countries or continents and affect a large number of people, it is called a pandemic. ഈ പാൻഡമിക് എന്നുള്ള വാക്ക് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കായിരുന്നു. 2019 കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് അതിൻ്റെ ഏകദേശം അവസാന കാലഘട്ടം വരെ നമ്മൾ പാൻഡമിക് എന്നുള്ള വാക്ക് മിക്കവാറും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളിതെന്താണ് അതിൻ്റെ അർത്ഥമെന്നൊന്നും അന്വേഷിക്കാനൊന്നും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ അർത്ഥം ഇതാണ്: പകർച്ചവ്യാധി. പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതിയിലുള്ളതല്ല. ഇതൊരു അതൊരു സാംക്രമിക രോഗമാണ് എങ്കിൽ കൂടി വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ്, അതായത് മറ്റിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വൈറൽ ഫീവർ വന്നു എന്ന് കരുതി ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അത് പകരാൻ സാധ്യതയുണ്ടോ? എൻ്റെ പനി ഒരു ഗൾഫിലേക്ക് പകരുമോ? ഗൾഫ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ ഒന്നും പകരത്തില്ല. അതെൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികളിലൊക്കെ പകർന്ന് അതങ്ങ് ഒതുങ്ങും. പക്ഷേ ഈ പാൻഡമിക് എന്ന് പറയുന്നത് നമ്മുടെ പകരുന്ന രോഗം തന്നെയാണെങ്കിലും സ്പ്രെഡ് ടു അതർ കൺട്രീസ്, മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് പകരുന്നു. ആൻഡ് അഫക്റ്റ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് പകരുന്ന രോഗത്തിനാണ് പാൻഡമിക് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെ സിമ്പിളാണ്, സാംക്രമിക രോഗം തന്നെയാണെങ്കിലും നമ്മൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ പകരാനുള്ള ശേഷി ആ രോഗത്തിനുള്ളൂ. പക്ഷേ പാൻഡമിക് എന്ന് പറയുമ്പം അത് മറ്റ് രാജ്യങ്ങളിലേക്കും ലാർജ് നമ്പർ ഓഫ് പീപ്പിളിലേക്കും ഒക്കെ പകരുന്നതിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സ്മോൾ പോക്സ്,
ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 എക്സെട്ര. COVID-19 നമുക്ക് പാൻഡമിക് ആണെന്ന് നമുക്കറിയാം. പ്ലേഗ് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മാരകമായ മറ്റ് രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച് പടർന്ന ഒരു രോഗമായിരുന്നു. ട്യൂബർകുലോസിസ്, ക്ഷയം. അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഏറ്റവും ആൾക്കാർ ഭയന്നിരുന്ന രോഗമാണ്. മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കുമൊക്കെ വ്യാപിക്കുകയും അതിന് പ്രത്യേകിച്ച് പ്രതിരോധ മരുന്നുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിനൊക്കെ ഒരു പ്രതിവിധിയൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ട്യൂബർകുലോസിസിനും പ്ലേഗിനും ഒക്കെ പ്രതിവിധി ഉണ്ടാകുന്ന കാലഘട്ടത്തിന് മുമ്പ് ഇത് ഭയങ്കരമായ പാൻഡമിക് ആയിട്ടുള്ള ഒരു രോഗമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ COVID-19 എക്സെട്ര ആർ സം ഓഫ് ദ പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ്. അതായത് ഇങ്ങനെയുള്ള പാൻഡമിക്കുകളൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കൂ. Aren't we more likely to get affected when we come to contact with someone who is sick? What cause communicable disease? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി താഴെ പറയുന്നത്. ക്യാൻ വി സീ ദം? നമുക്ക് നോക്കാം. പതോജൻസ് കണ്ടോ? പതോജൻസിൻ്റെ രോഗത്തിന് കാരണമാകുന്ന രോഗകാരികളായ, അതായത് മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗി ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ്. അതായത് മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് എല്ലാ പകരുന്ന രോഗങ്ങൾക്കും കാരണമാകുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗി. അതായത് പകരുന്ന എല്ലാ രോഗത്തിനും കാരണം ബാക്ടീരിയകളും വൈറസും ഫംഗസും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട്. നഗ്നനേത്രം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് ആണ് ഇവയെല്ലാം. ബാക്ടീരിയയും വൈറസും ഒക്കെ ഇതൊക്കെ മൈക്രോസ്കോപ്പ് വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ടിങ്ങനെ എത്ര കണ്ണ് തുറിച്ച് പിടിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവയൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ദേ ആർ കോൾഡ് പതോജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ്. അതായത് പതോജൻസ് മീൻസ് രോഗകാരികൾ, രോഗത്തിന് കാരണമാകുന്നവ. ദേ ആർ കോൾഡ് പതോജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസ്. അത് രോഗത്തിന് കാരണമാകുന്നത് കൊണ്ട് ഇവയൊക്കെ പതോജൻസ് എന്ന് പറയുന്നു. ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. ഇനി കണ്ടോ, മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ബാക്ടീരിയയുടെ ഒരു പിക്ചർ കണ്ടോ? അതൊരിക്കലും നമുക്ക് നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയല്ല, മൈക്രോസ്കോപ്പിൽ കൂടി കാണുന്ന ഒരു സീനാണ്. അതുപോലെ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് വൈറസിനെ മൈക്രോസ്കോപ്പിൽ കൂടി കാണുന്ന ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്, അതായത് തൊട്ട് താഴെ കാണിക്കുന്നത് എന്താണെന്ന് നോക്കാം. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പതോജൻസ്. അതായത് എല്ലാ മൈക്രോ ഓർഗാനിസംസും പതോജൻസ് അല്ല. അതായത് എല്ലാ ബാക്ടീരിയകളും എല്ലാ വൈറസുകളും ഒന്നും ഒരിക്കലും നമുക്ക് ഒരു രോഗകാരണങ്ങളല്ല. ദേ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായ ബാക്ടീരിയാസുകളും ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. അവരെന്ത് ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ദഹനത്തിനും ആൻഡ് അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗിരണം ചെയ്യുക ഓഫ് അവർ ഫുഡ്. നമ്മുടെ ഫുഡിനെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ബാക്ടീരിയകൾ, ബെനിഫിഷ്യൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മളുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് എല്ലാ ബാക്ടീരിയകളും ഒന്നും ഒരിക്കലും രോഗകാരണങ്ങളല്ല. നമുക്ക് ഉപയോഗപ്രദമായ ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിലുണ്ട്. there are many instances where microorganisms can be useful to us. അപ്പോൾ there are many instances means എന്താണ്? ഉദാഹരണം, എക്സാമ്പിൾ. there are ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. where microorganisms can be useful to us. ചില മൈക്രോ ഓർഗാനിസംസ് നമുക്ക് യൂസ്ഫുൾ, നമുക്ക് പ്രയോജനപ്രദമാണെന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സെർട്ടൻ ബാക്ടീരിയ. അതായത് ദോശ ബാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വയ്ക്കത്തില്ലേ? അത് പിറ്റേ ദിവസം ആ രീതിയിലാണോ ഇരിക്കുന്നത്? നമ്മൾ അരച്ച് വെച്ച അവസ്ഥയിലാണോ? പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു 8 മണിക്കൂർ അല്ല 9 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് പുളിച്ച് പൊങ്ങും. അതിനാണ് ഫെർമെൻറ്റഡ് എന്ന് പറയുന്നത്. പുളിച്ച് പൊങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് പുളിച്ച് പൊങ്ങുന്നത് ചില ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ എക്സാമ്പിൾ. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. ഇനി ബാക്ടീരിയ ആൻഡ് ഫംഗി ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ടു സോയിൽ. ഫൈൻഡ് മോർ ഇൻസ്റ്റാൻസസ് വെയർ മൈക്രോ ഓർഗാനിസംസ് ആർ ബെനിഫിഷ്യൽ ആൻഡ് റൈറ്റ് ദം ഇൻ അവർ സയൻസ് ഡയറി. ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ രോഗകാരങ്ങളായ പതോജൻസ് എന്ന് പറയുന്നത് ബാക്ടീരിയസിനെയാണ്. പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ബോഡിക്ക് പ്രശ്നമുണ്ടാക്കുന്നതല്ല. അതായത് ഒരു ഉദാഹരണമാണ് ദോശമാവ് പുളിച്ചു പൊങ്ങുന്നത്. അതുപോലെ നമ്മൾക്ക് ദഹനത്തിനും നമ്മുടെ ശരീരത്തിലേക്ക് ഫുഡ് ആഗിരണം ചെയ്യാനും ഒക്കെ നല്ല ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം മൂലമാണ്. അവയൊന്നും
കഴിക്കാൻ നമുക്ക് ബെനഫിഷ്യലായിട്ടുള്ള ബാക്ടീരിയാസാണ്. അതുപോലെ പിന്നെന്താണ്, നിങ്ങൾക്കറിയാവുന്ന കുറേ നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയസ് ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സെൻസ് ഡയറിയിൽ എഴുതുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ ക്ലാസ്? ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.